എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് വരുന്ന ഒരു പോയമാണ് എ ഫ്രണ്ട് അഥവാ ഒരു സുഹൃത്ത് എന്ന് പറയുന്ന ഒരു ചെറിയ കവിത. ഈ കവിത രചിച്ചതാരാണ്? എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റാണ്. ഈ ഒരു പോയത്തിൽ പറയുന്നത് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിന് വേണ്ട അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെയാണ്. അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് ടു യു? ആരാണ് നിങ്ങളുടെ സുഹൃത്ത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു സുഹൃത്തിൻ്റെ പേര് എഴുതാം, റീന എന്ന് എഴുതാം. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ പേര് എഴുതാം. ഞാൻ ഇവിടെ റീന എന്ന് എഴുതുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നത്? ബിക്കോസ് ഷീ ലവ്സ്, കെയേഴ്സ് ആൻഡ് സപ്പോർട്ട്, ഓൾസോ അണ്ടർസ്റ്റാൻഡ് അസ്. നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ഏതൊരു സന്ദർഭത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നാൻ കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? ഈ ഒരു കവിതയിൽ നിന്ന് ഒരു നല്ല സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പഠിക്കുന്നത്? ഒരു നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഈ കവിത വായിച്ചതിലൂടെ എന്താണ് മനസ്സിലായത്? ഹീ വിൽ നോട്ട് ബിക്കം എനിമി. നമ്മുടെ ഒരു നല്ല സുഹൃത്ത് നമ്മുടെ ഒരു എനിമി, നമ്മുടെ ശത്രു ആവില്ല അല്ലേ. ഒരിക്കലും നമ്മളൊരു നല്ല സുഹൃത്ത് നമ്മുടെ ശത്രു ആവില്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം, പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെയാണ് സെക്യൂർ ആക്കുന്നത്, സുരക്ഷിതമാക്കുന്നത്? എങ്ങനെയൊക്കെയാണ്? മൈ വെൽഫെയർ ഈസ് ഹെസ് ചീഫ് കൺസേൺ. അവരുടെ ചീഫ് കൺസേൺ എന്ന് പറയുന്നത്, അവരുടെ വലിയ ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെൽഫെയർ, നമ്മൾ കംഫർട്ടായിരിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി പോം എൻകറേജ് അസ് ടു ബി എ ഗുഡ് ഫ്രണ്ട്സ്? നല്ല സുഹൃത്തുക്കളാകാൻ കവിത നമ്മെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, എൻകറേജ് ചെയ്യുന്നത്? നമുക്ക് നല്ല സുഹൃത്തുക്കളെ മാത്രം കിട്ടിയാൽ മതിയോ? പോരാ, നമ്മളും അവർക്കൊരു നല്ല സുഹൃത്തായിട്ട് മാറണം. അതെങ്ങനെയാണ് ഈ പോയത്തിൽ പറയുന്നത്, ഈ കവിതയിൽ പറയുന്നത്? ദ ലൈഫ് ഈസ് ഡബിൾ ഗാർഡഡ് ഇഫ് വി ഹാവ് ഫ്രണ്ട്സ്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നമുക്ക് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഡബിൾ ഗാർഡഡ് ആണ്. അതായത് 2 കവചം വെച്ച പോലെയാണ്. ഡബിൾ ഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കവചം വെച്ചതുപോലെയാണ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ. ഓക്കെ ആണല്ലോ. വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുരാരോഗ്യം, അതായത് നമ്മുടെ ഹെൽത്ത്, ഹാപ്പിനെസ്, സേഫ്റ്റി ഒക്കെ സുരക്ഷിതമാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ വെൽഫെയർ എന്ന് പറയും. നേരത്തെ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു കവചം പോലെ സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ ഗാർഡ് എന്ന് പറയാം. അടുത്തൊരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 ആണ്. വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ, ഒരു നല്ല സുഹൃത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഇവിടെ നമുക്കൊരു വേർഡ് വെബ് കൊടുത്തിട്ടുണ്ട്. നടുവിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? നടുക്കത്തെ സർക്കിളിൽ എഴുതിയത് എ ഗുഡ് ഫ്രണ്ട് എന്നാണ്. ഒരു നല്ല സുഹൃത്ത്. ഒരു നല്ല സുഹൃത്തിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ഷെയറിങ് അല്ലേ, ഷെയർ ചെയ്യാൻ പറ്റണം. പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? സ്റ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുക, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കാൻ കഴിയണം. പ്രേസ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് ഒരു നല്ല സുഹൃത്തിൻ്റെ ഗുണമാണ്. അതുപോലെ തന്നെ കെയർ ചെയ്യണം, ലവ്സ്, സ്നേഹിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സപ്പോർട്ട് എഴുതാം, ഹെൽപ്പ്, സഹായിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു നല്ല സുഹൃത്തിന് വേണ്ട ഗുണങ്ങൾ. ഷെയറിങ്, സ്റ്റേ, പ്രേ, കെയർ, ലവ്സ്, ഹെൽപ്പ്, സപ്പോർട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കിയാലോ. ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദ ലൈൻസ് ഓഫ് ദി പോയം. ഇവിടെ കവിതയുടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കുവാനാണ് പറഞ്ഞത്. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഇവിടെ നമുക്ക് 2 ലൈൻസ് കൊടുത്തു അല്ലേ. ഈ 2 ലൈൻസിൽ കെയർ, ഷെയർ, ഈ 2 വേർഡ്സും ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നത് അല്ലേ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. കെയർ, ഷെയർ, 2 വേർഡ് അവസാനിക്കുന്നതും ഒരേ ശബ്ദത്തിലാണ്. ദേ ആർ കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഇങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾ 4ലും 3ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും റൈമിംഗ് വേർഡ്സ് എന്താണെന്നുള്ളത്. ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോം. ഈ കവിതയിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു വരി എഴുതി നോക്കാം. No grievous fault or passing whim can make an enemy of him. ഇവിടെ whim, him ഇത് 2ഉം അവസാനിക്കുന്നത് ഒരേ ശബ്ദത്തിലാണ് അല്ലേ. നിങ്ങൾ ആ ഒരു ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ് എടുത്ത് നോക്കൂ. ആ 2 ലാസ്റ്റ് വേർഡും അവസാനിക്കുന്നത് ഒരേ സൗണ്ടിലാണ്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 എന്താണ്? യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട് അല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അവരിഷ്ടപ്പെടുന്നതും അവരിഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദിയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾ ചോദിക്കുക, നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത്, ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഈ താഴെ നമുക്ക് കുറച്ച് കോളം കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതാനാണ് പറഞ്ഞത്. ആൻ എക്സാമ്പിൾ ഇസ് ഗിവൺ ഫോർ യു. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻ ലൈക്ക് ക്രിക്കറ്റ്. പക്ഷേ അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. റീന ലൈക്സ് ടീ. ഷീ ഡസൻ ലൈക്ക് കോഫി. റീനക്ക് ടീ ചായ ഇഷ്ടമാണ്, ബട്ട് ഷീ ഡസൻ ലൈക്ക് കോഫി. പക്ഷേ അവൾക്ക് കോഫി ഇഷ്ടമല്ല. ഇനി അടുത്ത നമുക്കിങ്ങനെ ഉണ്ടാക്കാം. രാജു ലൈക്സ് ജോഗിങ്. ഹി ഡസൻ ലൈക്ക് റണ്ണിങ്. രാജുവിന് ജോഗിങ് ഇഷ്ടമാണ്, പക്ഷേ അവന് ഓടുവാൻ ഇഷ്ടമല്ല, റണ്ണിങ് ഇഷ്ടമല്ല. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഐ ലൈക്ക് എ കാം പ്ലേസ്, ഐ ഡോണ്ട് ലൈക്ക് എ നോയ്സി പ്ലേസ്. എനിക്ക് ഭയങ്കര ശാന്തമായൊരു സ്ഥലമാണ് ഇഷ്ടം, അല്ലാണ്ട് ശബ്ദ മലിനീകരണമുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയുള്ള സ്ഥലമൊന്നും എനിക്കിഷ്ടമല്ല. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മൾ 3 എണ്ണം എഴുതിയല്ലേ, ടോട്ടൽ ഇവിടെ 4 എണ്ണമായി. ഇനി ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ആ സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് എഴുതുക. ഓക്കെ ആണല്ലോ. ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു പോയത്തിൽ നിന്നുള്ളത്. ഈ ഒരു കവിതയിൽ നിന്ന് ഇത്രയും പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഓരോ പാഠത്തിലെയും ആക്ടിവിറ്റീസും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്